നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ഫയർഫോഴ്സിന്റെ അഭാവത്തിൽ കിണറ്റിൽ വീണ വയോധികയെ ജീവൻ പണയം വെച്ച് രക്ഷിച്ച യുവാവ്. മാളപ്പള്ളിപ്പുറം സ്വദേശി നോബിളാണ് പ്രദേശവാസിയായ കിണറ്റിൽ വീണ വയോധികയെ രക്ഷപ്പെടുത്തിയത്. ധാരാളം വെള്ളമുള്ള ആഴമുള്ള കിണറിൽ രക്ഷാപ്രവർത്തനം നടത്താൻ നോബിളിനൊപ്പം നാട്ടുകാരും ഒത്തുചേർന്നു. അതിരപ്പള്ളി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചാറ്റുകാൽ തറയിൽ നിന്നും ട്യൂബുലാർ ബാറ്ററി മോഷണം ചെയ്ത പ്രതികളിൽ ഒരാൾ പിടിയിൽ. മതിലകം ഊളക്കൽ വീട്ടിൽ സിദ്ദിഖാണ് പിടിയിലായത്. കാട്ടുമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി സ്ഥാപിച്ച ഫെൻസിനോടനുബന്ധിച്ചുള്ള 20,000 രൂപ വില വരുന്ന ട്യൂബുലാർ ബാറ്ററികളാണ് മോഷണം പോയത്. പുതുവത്സരാഘോഷം ലക്ഷ്യമാക്കി വിൽപ്പന നടത്താനെത്തിച്ച ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന അതിമാരക സിന്തറ്റിക് മയക്കുമരുന്നുകളുമായി യുവാവിനെ തൃശൂർ സിറ്റി പോലീസ് പിടികൂടി. കുന്നുകുളം വെസ്റ്റ് മങ്ങാട് സ്വദേശി കൊത്തോട്ടുവീട്ടിൽ അജിത്താണ് പിടിയിലായത്. ഇയാളിൽ നിന്നും MDMA, ഹാഷിഷ് ഓയിൽ എന്നിവ കണ്ടെടുത്തിട്ടുണ്ട്. വെള്ളങ്കല്ലൂർ പഞ്ചായത്തിലെ ആധുനിക അറവുശാല തുറന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് അറവുശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് അധ്യക്ഷനായി. 1.5 കോടിയോളം രൂപ ചിലവഴിച്ചാണ് അറവുശാല നിർമ്മാണം നടത്തിയത്. KC വർഗീസിന്റെ 4ാമത് പുസ്തകം വന്ദേമാതരം ഡിസംബർ 31 ഞായറാഴ്ച പ്രകാശനം ചെയ്യുമെന്ന് മാള പൗരാവലി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പ്രകാശന ചടങ്ങ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പ്രൊഫസർ K സച്ചിദാനന്ദൻ നിർവഹിക്കും. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാലഗോപാലൻ പുസ്തകം ഏറ്റുവാങ്ങും. ഭരത് PJ ആന്റണി സ്മാരക അവാർഡിന് അർഹനായ ഡോക്യുമെന്ററി സംവിധായകൻ മതിലകം സ്വദേശി സുബിൻ കണ്ണദാസിന് ആദരം നൽകി. യുവകലാസാഹിതി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സമാദരണ സമ്മേളനത്തിൽ ET ടൈസൺ MLA മൊമെന്റ് സമ്മാനിച്ച് പൊന്നാട അണിയിച്ച് ആദരിച്ചു. യുവകലാസാഹിതി മണ്ഡലം സെക്രട്ടറി അരുൺ ചിത്ത് കാനപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ടയർ കമ്പനികൾക്ക് പിഴയിട്ട 1788 കോടി രൂപ റബ്ബർ കർഷകർക്ക് നൽകണം എന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തുന്നു. സമരത്തിന് മുന്നോടിയായി ആരംഭിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് മാളയിൽ സ്വീകരണം നൽകി. മാളയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. എൽത്തുരുത്ത് ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ 6 ദിവസങ്ങളിലായി നടന്നുവന്ന ഗ്രാമോത്സവം സമാപിച്ചു. ഇതിന്റെ ഭാഗമായി അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവവും ചള്ളിയിൽ കൃഷ്ണൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. സമാപന സമ്മേളനം നഗരസഭ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. PP ജ്യോതിർമയൻ അധ്യക്ഷനായി. മാള കാവ്യലയം സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വയലാർ രാമവർമ്മയുടെ സ്മരണാർത്ഥം വാർഷികോത്സവം സംഘടിപ്പിച്ചു. സീമാജി നായർ, അമ്പിളി എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് അനൂപ് കുഴൂർ അധ്യക്ഷത വഹിച്ചു. പ്രസാദ് വേനൽ, അനൂപ് ഉണ്ണിത്താൻ, കേരളാദി ത്രിപുരം ശ്രീകുമാർ, സുനിത ഷൈൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി ഫാസിസ്റ്റ് വിമോചന സദസ്സ് നടത്തി. കൊടുങ്ങല്ലൂർ വടക്കേനാടിൽ നടന്ന വിമോചന സദസ്സ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുശീൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു അധ്യക്ഷത വഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സോടെ സമാപിക്കുന്നു. നമസ്കാരം.